ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് KTR വ്ളോഗ്സിലോട് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹമ്മൂറിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ താന്നൂർ ഹാർബറിൽ എത്തിയതായിരുന്നു ഹമ്മൂറിനെ ടാർഗറ്റ് ചെയ്തിട്ട്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് വെള്ളത്തിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. അതായത് വെള്ളം നല്ല രീതിയിൽ തണുപ്പായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മറ്റ് ചൂണ്ടക്കാർക്കൊക്കെ ആർക്കും മീനും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല. പക്ഷേ ആ ഒരു സമയത്താണ് എല്ലാവരുടെയും ശ്രദ്ധയപ്പെട്ടത് ഞണ്ടുകൾ, നല്ല രീതിയിൽ ഞണ്ടുകൾ ഇങ്ങനെ കരഭാഗത്തോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. കല്ലിൻ്റെ ഗ്യാപ്പിലോട്ടൊക്കെ ആയിട്ട് നല്ല സൈസുള്ള വലിയ വലിയ ഞണ്ടുകൾ കേട്ടോ. അപ്പോൾ പിന്നെ മീൻ പിടിക്കാൻ വന്ന മറ്റ് ചൂണ്ടക്കാരും എല്ലാവരും നേരെ ചൂണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞണ്ടിനെ പിടുത്തം സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ പിന്നെ നമ്മളും പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നമ്മളും നേരെ ഞണ്ടിനെ പിടുത്തം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞണ്ടിനെ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ മറ്റു കൂട്ടുകാരിലോട്ടൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നമ്മളെ മിഥുൻ ബ്രോ ഉണ്ട്. അതുപോലെ നമ്മളെ ഷെബിക്ക എന്ന് ഇവിടെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ആൾ നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ ഞാനും മിഥുൻ ബ്രോ കൂടിയാണ് ഞണ്ടിനെ പിടിക്കുന്നത്. അപ്പോൾ മിഥുൻ ബ്രോ ആണ് കേട്ടോ ഞണ്ടിനെ മെയിനായിട്ട് പിടിക്കുന്നത്. കാരണം ഞണ്ടിനെ പിടിക്കാൻ ഒരു നാക്കിൽ വേണം പിടിക്കാൻ, അല്ലെങ്കിൽ ഞണ്ടിൻ്റെ കടി കിട്ടും. ചെറുതാണല്ലോ, കവറെടുക്കാം. ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേ ഗൈസ്. അപ്പോൾ നമ്മളെ കടിച്ച് ഗൈസ്. അപ്പോൾ ഞണ്ടിനെ നമ്മളിത് കരക്ക നിന്ന് പിടിക്കുകയാണ്. അപ്പോൾ അത് ചെറുതൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കവറിലിടാം ഗൈസ്. അതുപോലെ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഞണ്ടിനെ പിടിക്കാനും ശരി, അതുപോലെ നമ്മൾ ഹാർബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ കല്ലിന് മുകളിൽ നിന്ന് ചൂണ്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ചൂണ്ട ഇടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിൽക്കുന്ന കല്ല് നല്ല കല്ലാണ് എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നല്ല ഗ്രിപ്പുള്ള ഒരു ഷൂ നിർബന്ധമായിട്ട് ഇടാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു കല്ലിന് മുകളിലൂടെയൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഞണ്ടിനെ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴൊക്കെ നിർബന്ധമായിട്ട് ഷൂ ഉണ്ടായിരിക്കണം, നല്ല ഗ്രിപ്പുള്ള ഷൂ. അതുപോലെ നമ്മളെ കല്ല് സ്ലിപ്പാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ സ്ലിപ്പായി വീഴുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചു വേണം ഇത്തരത്തിൽ മീനൊക്കെ പിടിക്കാൻ. എവിടെ ഒന്നുമില്ല. രണ്ടും കയറിയാ അപ്പോൾ ഈ ഒരു സുഹൃത്തൊക്കെ ലൈവ് ചെമ്മീനൊക്കെ കൊണ്ടുവന്നതാണ് നമ്മളെ ഹമ്മൂറിനെ പിടിക്കാൻ. പക്ഷേ മീൻ ആർക്കും അടിക്കുന്നില്ല. അപ്പോൾ ഞണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞണ്ടിനെ പിടിച്ചത് ആ സുഹൃത്തിൻ്റെ കവറിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ സമയം 2 ഞണ്ടിനെ കേട്ടോ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മിഥുൻ ബ്രോ നീലക്കാലൻ ഓറിലൊതുങ്ങോ. മയക്കുന്നല്ലേ ചെറുത് വന്നിട്ടാണ്. അപ്പം ഇതുപോലെ അവിടെയൊക്കെ ഒരുപാട് പേര് പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ
ഇറുക്കി കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. സീന് സാധനം. ഗൈസ് അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ ഇത്ര ഞണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കവറിലായിട്ടാണ് കിട്ടിയ ഞണ്ടുകൾ ഇട്ടിരുന്നത്. അപ്പോൾ ഒരു 2-3-4 ആയപ്പോൾ തന്നെ ആ ഒരു കവറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളൊരു നെറ്റിലോട്ടാണ് കിട്ടുന്ന ഞണ്ടുകളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഞണ്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. മൊരിയുടെ മോളിലേ കൈ കുത്താനും വയ്യ. ഓക്കെ അല്ലേ? അടിപൊളി ഞണ്ടിട്ടാ ആളും ഇതും ബ്രോ. എന്താ പറഞ്ഞ ആക്റ്റീവ്, ആള് ഭയങ്കര ആക്റ്റീവ്. ഓ ഓക്കെ, നല്ല സൈസല്ലേ. ഓരോന്ന് എന്തായാലും ഒരു 300 ഗ്രാം ഡ്രസ് ഉണ്ടാവും. വാവ്, എന്നിട്ട് എടുത്ത് കൊടുന്ന അയ്യോ നല്ല സൈസുള്ള ചാടി. എൻ്റെ കാലേ അതിന് പൊത്തി പിടിച്ചോ. അടുത്തതൊന്നത് എന്താ അതിൻ്റെ ഒരു ഭംഗി. അടിപൊളി. കമോൺ കമോൺ, ഇവിടെ വരൂ. ഇത്തിരി ഡേഞ്ചറാട്ടാ. ഇരിക്കൂട്ടാ. ബാക്കി ഭാഗം ഇട്ടിട്ടുണ്ട് കുടയാൻ പറ്റുക, പക്ഷെ മറ്റേ പോലെ മിസ്സാകണ്ട. വലിയവരെ നമ്മള് ചാക്കിലാക്കിയത്. ഇവിടെ നിങ്ങൾ പിടിച്ചാ ഗൈസ്. അപ്പോൾ നമ്മൾ ഞണ്ടിനെ പിടിക്കുന്നതിനിടയിൽ മറ്റൊരു സുഹൃത്ത് ഇതുപോലെ ചൂണ്ടലിടാൻ വന്നതായിരുന്നു. പക്ഷേ മീനും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അവനും ഞണ്ടിനെ പിടിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് അവനും ഞണ്ടിനൊക്കെ പിടിച്ചത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നെറ്റിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പിടിക്കുന്നത് അവൻ്റെ കയ്യിലൊരു തോർത്തുമുണ്ട് ചുറ്റിയിട്ടാണ്. അപ്പോൾ ഞണ്ടിൻ്റെ കടി കിട്ടാതിരിക്കാൻ തോർത്തുമുണ്ട് ചുറ്റിയിട്ടാണ് പിടിക്കുന്നത്. അതുപോലെ നമ്മളെ മിഥുൻ ബ്രോ ആയാലും ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞണ്ടിനെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഞണ്ട് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല വന്നത്. അതുകൊണ്ട് നമ്മൾ ടോർച്ചോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഞണ്ടിനെ നോക്കി പിടിക്കുന്നത്. അപ്പോൾ അവൻ വന്നതുകൊണ്ട് ചെറുതായി നമുക്കും യൂസ്ഫുള്ളായി. കാരണം അവൻ്റെ ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമ്മൾ പിടിക്കുമ്പോഴൊക്കെ ആ ഒരു ടോർച്ച് ലൈറ്റ് കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ ഞണ്ടിനെ കാണാനും അതുപോലെ പിടിക്കാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 കിലോ ഒക്കെ മേലെ ഉണ്ടാവും. പിന്നെ വേറെ ഉണ്ടല്ലോ ബാഗിൽ. മോനോ പിടിച്ചു അത് ഇതാക്ക
കയ്യാണ് തളഞ്ഞിട്ടുണ്ട്. അവിടെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഈ സൈഡിലേക്ക് വന്നിട്ട് അത് ഇതിൻ്റെ ഗ്യാപ്പാണ്. എന്താ ഈ കണ്ടിനെ പിടിക്കാതെ അതാ നടക്കുന്നുണ്ട്. ഇതാണ് അതാ വലുത് അവിടെ അതിനെ പിടിച്ച ഇത് പോയാ വലുതാക്കി വലുതറണ്ട വലുതും കൂടി പോയി കുഴപ്പമൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടാകാണം അല്ല ഇവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കയറി. അത് വേറെ ഒന്നും അറിയില്ല കേട്ടോ. മറ്റേ ഫോണില്ലല്ലോ എന്നാലും ഞാൻ ഫോൺ വെച്ചിട്ട് അയ്യോ ശരിടാ പ്രതി വലുതാക്കി അവിടെ നല്ല വലുതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആണെങ്കിലും നീ നീട്ട് അടിക്കല്ലേ നല്ലൊരു സാധനം ഉണ്ട് കേട്ടോ അവിടെ. അടിക്കട്ടെ. ചെറുതും കുഴപ്പമൊന്നുമില്ല ഇത്. പക്ഷേ എൻ്റെ മോനെ അടിപൊളി സാധനങ്ങളാട്ടോ. വേണമെങ്കിൽ എടുത്താൽ മതി. ഇതെന്താ പാടും ഇതിനെ? നല്ല എന്താണ് കാമ്പുള്ളൊരപ്പം എടുക്കുന്നു. ഒരു കയ്യിൽ വേണമെങ്കിൽ ഞാൻ പിടിച്ചു തരാം. കുഴപ്പമില്ല. നോക്കി പിടിച്ചെണ്ണ നല്ല ഉണ്ട് കേട്ടോ. ഒരു കയ്യിൽ വേണമെങ്കിൽ ഞാൻ പിടിച്ചു തരാം. ഇതല്ല കയ്യാണ് എൻ്റെ കൈ കേട്ടോ. അതായത് അതാ പറഞ്ഞു ഇരിക്കും. മുകളിലല്ല ഇരിക്കുക. ഇതേപോലത്തെ ഒരു മുണ്ടുണ്ടെങ്കിൽ ഇതിൽ പിടിച്ചെന്നോളും. അത് നമ്മളെ തുണി ഉണ്ടല്ലോ, തുണിയിൽ ഇരിക്കും. അതാ കാലിൽ പിടിച്ചാൽ മതി. ആ കാലിൽ ഇതിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ആ കാല് കൊണ്ട് വലി പക്ഷെങ്കിലേ ഇറങ്ങിയോ? ഇല്ലില്ല അടി അവിടുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിൽ അതിനങ്ങോട്ട് വലിച്ചാൽ മതി. എനിക്ക് രണ്ട് കയ്യിലും ഗ്ലൗസ് ആണ്. ഒരു കാലം ഇങ്ങനെ പിടിച്ചാൽ മതി. കുറച്ചുകൂടി അവിടെ കാല് ഇതാക്കിയാണ്. ഇതാ മീൻ തറ ചെമ്പല്ലി കുത്തി അല്ല വേണം പറഞ്ഞു. അടക്കടക്ക് ഇത്
ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഞണ്ടുകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത്രയും ഞണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടാ. അത് നമ്മളെ മിഥുൻ ബ്രോ ആണ് കംപ്ലീറ്റ് പിടിച്ചിട്ടുള്ളത്. പിന്നെ അത് ഇതിൻ്റെ വെയിറ്റ് ടോട്ടൽ നമുക്ക് എത്രത്തോളം കിട്ടി എന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര തോന്നിക്കൊള്ളണമെന്നില്ല. 0 ഓക്കെ തൂക്കുക. 7,395 7,400 ഗൈസ്. അപ്പോൾ ഇത്രയും ഞണ്ടുകൾ നമുക്ക് കിട്ടിയിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് അടിപൊളി.